നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരായ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ സ്മരണ ഈ മാസം 29-ാം തീയതി പ്രധാന പെരുന്നാളായി നാം ആഘോഷിക്കുന്നു. തൊട്ടു പിറ്റേ ദിവസം 30-ാം തീയതി എല്ലാ ശ്ലീഹന്മാരെയും സ്മരിക്കുന്നു. ജൂലൈ മാസം 3-ാം തീയതി ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർത്തോമ ശ്ലീഹായുടെ സവിശേഷമായ ഓർമ്മദിനവും ആകുന്നുവല്ലോ. ഈ പെരുന്നാളുകളിലേക്ക് നമ്മളെ ഒരുക്കുന്ന ശ്ലീഹാ നോമ്പ് 13 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്ലീഹാ നോമ്പ് ഈ മാസം 16-ാം തീയതി ആരംഭിച്ച് 13 ദിവസം പൂർത്തിയായി 29-ാം തീയതി തികയുകയാണ്. ഈ ശ്ലീഹാ നോമ്പുകാലം പരിശുദ്ധ ശ്ലീഹന്മാരെ മുഴുവനായും, പ്രത്യേകിച്ച് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ സവിശേഷമായും, ഭാരതത്തിൻ്റെ അപ്പോസ്തലനായി രക്തസാക്ഷി മരണം പ്രാപിച്ച തോമാസ് ശ്ലീഹായെ പ്രധാനമായും നമ്മൾ ഓർക്കുകയാണ്. അതിനായി നമ്മളെ തന്നെ സജ്ജമാക്കുകയാണ്. ഈ അവസരം അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമായ ഒരു ആജ്ഞ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. അതിനുശേഷം 8-ാം വാക്യത്തിൽ പറയുകയാ, നിങ്ങൾ ലോകമൊക്കെയും പോയി എൻ്റെ സുവിശേഷം അറിയിച്ച് എൻ്റെ സാക്ഷികളാകണം എന്ന് പ്രത്യേകം അടിവരയിടുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളോട് പറയുകയാ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സഭയ്ക്ക് ഒരു സാക്ഷ്യമുള്ള സഭ എന്ന പേര് ലഭിക്കുവാൻ നിങ്ങൾക്ക് നിയോഗമുണ്ട്, വിളിയുണ്ട് എന്ന് പ്രത്യേകം പറയുന്നു. നിങ്ങൾ സാക്ഷികളാകും. യു ഷാൽ ബി വിറ്റ്നസസ് ഇൻ ദ ഹോൾ വേൾഡ്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് അപ്പോസ്തലന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന 29-ാം തീയതി ഞാൻ ആവർത്തിക്കട്ടെ, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെയും 30-ാം തീയതി എല്ലാ ശ്ലീഹന്മാരുടെയും, ജൂലൈ മാസം 3-ാം തീയതി സവിശേഷമായി ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെയും ജീവിതത്തെ നോക്കിക്കൊണ്ട് നമുക്കിന്നത് പാഠമായി സ്വീകരിക്കുവാൻ, ധ്യാനിക്കുവാൻ, അതിനായി പ്രതിജ്ഞാബദ്ധമാകുവാൻ പ്രത്യേകമായി ആവശ്യമായിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ 3 കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒന്നാമത്, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. യു ആർ കോൾഡ്. You are called to be a witness of our Lord Jesus Christ wherever you are, at your home, at your workplace, wherever you are engaged in, wherever you are now എന്നുള്ളതാണ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. And you were called and you were commissioned. ആ കമ്മീഷൻ എന്ന വാക്കിനൊരു മിഷൻ എന്ന പദം അതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. യു ഹാവ് എ മിഷൻ. യു ആർ കോൾഡ് ടു ഫുൾഫിൽ എ മിഷൻ എൻട്രസ്റ്റഡ് ടു യു. നിങ്ങൾക്കൊരു മിഷൻ പൂർത്തീകരിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. കമ്മീഷൻ എന്ന വാക്കിന് നിങ്ങൾ നിയോഗിതരാണ് എന്നുള്ളതാണ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരും നിങ്ങൾ നിയോഗിതരുമാകുന്നു. വിളിക്കപ്പെട്ടവരും നിയോഗിതരുമാണെങ്കിൽ നിങ്ങൾ അയക്കപ്പെട്ടവരുമാണ്. യു ആർ സെൻറ്റ്. നിങ്ങൾ സാക്ഷികളാകേണ്ടതിന് വിളിക്കപ്പെട്ടവരും നിയോഗിതരും
അയക്കപ്പെട്ടവരുമാകുന്നു എന്നുള്ള ആ 3 കാര്യങ്ങൾ നിങ്ങൾ സാക്ഷികളാകുവാൻ ദൈവം നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ദൗത്യ നിർവഹണം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന അപ്പനും അമ്മയും, പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ളവർ, ദൈവവചന വായന സുപ്രധാനമായി കാണുന്നവർ, നോമ്പ് വരുമ്പോൾ കുഞ്ഞുങ്ങളുമൊത്ത് മാതാപിതാക്കന്മാർ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളണം. നമ്മുടെ ശുദ്ധീകരണത്തിനായി, നമ്മളുടെ രോഗസൗഖ്യത്തിനായി, നമ്മളുടെ സവിശേഷമായ കെട്ടുറപ്പിനായി, കുടുംബമെന്ന നിലയിലുള്ള സുദൃഢമായ ബന്ധത്തിനായി. അങ്ങനെ എത്രയെത്ര വിഷയങ്ങളാണ് നമുക്കുള്ളത്. ആ വിഷയം വെച്ച് നോമ്പ് നോറ്റ് നമ്മൾ ഇതിനായി ഒരുങ്ങേണ്ടതുണ്ട്. യു ആർ കോൾഡ്, സോ യു നീഡ് പ്രിപ്പറേഷൻ. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. എന്തിന്? നിങ്ങൾ നിയോഗിതരായി തീരുവാനായി വിളിക്കപ്പെടുന്നു. അപ്പോൾ അരമുറുക്കണം. അപ്പോൾ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരുക്കം ആവശ്യമുണ്ട്. ആർ യു പ്രിപ്പയർഡ്? ആർ യു പ്രിപ്പയർഡ്? ബിക്കോസ് യു ആർ കോൾഡ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ ഒരു നിയോഗം സ്വീകരിച്ച്, ഒരു മിഷൻ സ്വീകരിച്ച്, യു ആർ കമ്മീഷൻഡ്. ഒറ്റപ്പെട്ട് കഴിയുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. നമ്മളുടെ ചെറിയ തലങ്ങളിൽ നമുക്ക് എന്തുകൊണ്ടത് നിർവഹിക്കുവാൻ കഴിയുന്നില്ല ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിക്കു ചുറ്റും ചെറു ചുറ്റുവട്ടങ്ങളുണ്ട്. പ്രായമായിരിക്കുന്ന മാതാപിതാക്കൾ ആരുമില്ലാതെ ഒന്ന് മിണ്ടാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, ദേവാലയത്തിലേക്ക് തന്നെ അവർ സ്വയമേവ കടന്നു വരുവാൻ നിർവാഹമില്ലാത്തവരായി. പാവപ്പെട്ടവരാകാം, ഇടത്തരക്കാരായിരിക്കാം, അല്ലെങ്കിൽ സമ്പന്നരായിരിക്കാം. ഇല്ലായ്മയുടെ കുറവല്ല, കൂട്ടായ്മയുടെ കുറവ് ഉണ്ടെന്നുള്ളത്. ഇല്ലായ്മയുടെ കുറവുണ്ട്, ഉണ്ടാവാം. എന്ന സമകാല സാമൂഹ്യ സാഹചര്യങ്ങളിൽ, നമ്മളുടെ ഇടവകകളുടെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു കഴിയുന്നവരെ തിരഞ്ഞു പിടിക്കുവാൻ നിങ്ങൾക്ക് വിളിയുണ്ട്, നിയോഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് അങ്ങനെ സാക്ഷികളാകുവാൻ, അങ്ങനെ ഒരു ചുറ്റുവട്ടം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയേണ്ടതുണ്ട്. മദ്യപാനത്തിന് അടിമകളുണ്ട്, ദുർവൃത്തിയിൽ ആമഗ്നരായി ബന്ധനത്തിലായിരിക്കുന്നവരുണ്ട്. അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു, നമ്മളെ ഓരോരുത്തരെയും. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലെ സവിശേഷമായ വിളി എന്താ? നിയോഗമെന്താണ്? എൻ്റെ സാക്ഷ്യം എന്താണ്? അതിനായി ഞാൻ അയക്കപ്പെട്ടവനാ. ദൈവത്താൽ വിളിക്കപ്പെട്ടവനും ദൈവത്താൽ നിയോഗിതനായി അയക്കപ്പെട്ടവനും അങ്ങനെ സാക്ഷികളാകുവാൻ ദൈവം എനിക്ക് പ്രത്യേകമായ സവിശേഷമായൊരു ദൗത്യം തന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുവാൻ ഈ സ്ലീഹാനോമിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരപ്പൻ്റെ വിളി, ഒരധ്യാപകൻ്റെ വിളി, ഒരമ്മയുടെ വിളി. ഏതേത് തലങ്ങളിലൊക്കെയാണ് ഗാർഹികമായ അന്തരീക്ഷം, സഭയുടെ പ്രത്യേകമായ സാഹചര്യങ്ങൾ, സാമൂഹ്യമായ ചുറ്റുവട്ടങ്ങളിൽ തീർച്ചയായും അവനിലേക്ക് തന്നെ നോക്കി അവനവൻ്റെ കാര്യങ്ങളിൽ മാത്രം ദത്തശ്രദ്ധരായി അതിൻ്റെ പൂരണത്തിനായി സുഖസൗകര്യങ്ങളുടെ ആസ്വാദനത്തിനായി മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. കർത്താവ് നമ്മളെ തിരുത്തുകയാണ്. മക്കളെ, നിങ്ങൾ എന്നോടുകൂടെ 3-3.5 വർഷക്കാലം ഞാൻ ഇന്ന് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത തുടരുകയാണ്. എന്തിൻ്റെ മധ്യസ്ഥത?
നിങ്ങൾ ഏതിനായി വിളിക്കപ്പെട്ടുവോ, ഏതിനായി നിയോഗിതരായിരിക്കുന്നുവോ, അയക്കപ്പെട്ടിരിക്കുന്നുവോ, എവിടെയൊക്കെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ വിളിക്കനുസരണമായ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അതനുസരിച്ച് നിങ്ങളുടെ മിഷൻ പൂർത്തീകരിക്കുവാനും നിങ്ങൾ കമ്മീഷൻഡാണ്, ഒരു മിഷന് വേണ്ടി അയക്കപ്പെട്ടവരാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് സമർപ്പിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നു. ശ്ലീഹന്മാരിലേക്ക് നമുക്ക് നോക്കാം. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ജീവിതം, 12 ശ്ലീഹന്മാരുടെ ജീവിതം, പൗലോസ് ഉൾപ്പെടെ 13 പേരുടെ, ഭാരതത്തിലെ അപ്പോസ്തലൻ മാർത്തോമാ ശ്ലീഹായുടെ ജീവിതം, അവരുടെ ജീവിത മാതൃക, അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന തെളിച്ചം, അത് സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ കർത്താവെ ഞങ്ങളെ ഏവരെയും പരിശുദ്ധന്മാരായ ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയാൽ സഹായിക്കുമാറാകണം.